തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഹലോ എന്റെ മിണ്ടരുത്. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന്. എന്റെ പൊന്നു കല്ലു, നീ പ്രസവിച്ചിട്ട് 3 മാസമായതേ ഉള്ളൂ. നീ ഇപ്പോഴേ എന്തിനാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? അരുണേട്ടൻ അങ്ങനെ പറയാം, പക്ഷെ പെറ്റതള്ളയോട് സ്നേഹമുള്ള പെമ്മക്കൾ അങ്ങനെ ചെയ്യത്തില്ല. എന്റെ അമ്മച്ചി ജോലി ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ സഹിക്കത്തില്ല. ഇന്ന് രാവിലെ വെള്ളം കോരുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല അരുണേട്ടാ. അതങ്ങനെ പെൺമക്കൾ അങ്ങനെ അമ്മയുടെ സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ സഹിക്കത്തില്ല നമുക്ക് അമ്മ. അതുകൊണ്ടൊന്നും അല്ല, ഒരുമാതിരി സൗണ്ട് ആ കപ്പിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്ക് മേലങ്ങ് പെരുക്കും. എന്റെ മോളെ ഒന്നും കേൾക്കുന്നില്ല. അത് റേഞ്ച് ഇല്ലാത്തോണ്ട് എന്തോ വിളിച്ചത്. മോളെ വീഡിയോ കോൾ ഒന്ന് വിളിച്ചാൽ ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണറി. പിന്നെ ഇനി 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അടുത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഫോണ് റേഡിയോ സ്റ്റേഷനാ. പ്രഭാതപരിയൊക്കെ ഉണ്ടോ? റേഡിയേഷൻ അന്ന്. റേഡിയേഷനോ? അപ്പൊ നീ വരുമ്പോ കണ്ടോളാം. അതാ അല്ല, ഞാൻ അരുണേട്ടനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇരിക്കുവായിരുന്നു. ഈ പ്രസവ സമയത്ത് ബ്ലഡ് ആവശ്യം വന്നപ്പോ എന്തോ നിങ്ങളുടെ പെങ്ങളുടെ ബ്ലഡ് എന്റെ ശരീരത്തോട്ട് കുത്തിവെച്ചത് എനിക്കത് ഇഷ്ടപ്പെട്ടതേ ഇല്ല. എനിക്ക് അർജന്റ് ആയിട്ട് ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പോ അവിടെ ഗ്രൂപ്പും നിന്റെ ഗ്രൂപ്പും സെയിം ആണ്, അന്നേരം വെച്ചല്ലേ അത്? അയ്യാ, ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ ചേർന്നോണ്ടല്ലോ. അവൾ എന്നോട് സ്നേഹം കൊണ്ടൊന്നും ചെയ്തൊന്നും അല്ല, അവൾക്ക് ഫ്രൂട്ട് കിട്ടും, അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്ത. ഞാൻ വീട്ടിലോട്ട് വരട്ടെ, ഞാൻ ഈ ബ്ലഡ് ഞാൻ അവിടെ അടുത്ത് തിരിച്ചു കൊടുത്തിട്ടേ ഞാൻ മിണ്ടത്തുള്ളൂ. എനിക്ക് ദേഷ്യം വന്നിട്ട് എനിക്ക് എന്റെ കൈയും കാലും ഇറക്കുന്ന ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. നീ എന്തിനാണ് എന്നോട് ചൂടാവുന്നത്? ഞാനാണോ നിങ്ങളോട് ചൂടാവുന്നത്? നിങ്ങളുടെ പെങ്ങളാ നിങ്ങളോട് ചൂടാവുന്നത്. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കേട്ടോ, എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. നിങ്ങളുടെ പെങ്ങളുടെ ബ്ലഡ് അല്ലേ എന്റെ ശരീരത്തിൽ കിടന്ന് തിളക്കുന്നത്. അപ്പൊ ചൂടാകും ഞാൻ. സോറി. പിന്നെ ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, റെഡി ആയിട്ടിരിക്കണേ. നിന്നെ കുഞ്ഞിനെ കൂടെ കൊണ്ടുവരാനായിട്ട്. ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരണ എന്റെ പൊന്നരുണേട്ടാ. എന്റെ കണ്ണിൽ കുറച്ച് കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ അമ്മച്ചി നിങ്ങളുടെ പെങ്ങളുടെ കുഞ്ഞിന് 2 പവന്റെ മാല കൊടുത്തു. ശരിയാ, ഞങ്ങളുടെ വീട്ടിൽ ആസ്തിയില്ല, ഞങ്ങൾ ഇച്ചിരി പുറമോട്ട് നിൽക്കുന്നവരാ വരുമാനത്തില്. എന്നിരുന്നാലും എന്റെ അമ്മച്ചി എവിടെ പോയി തെണ്ടിയാലും ഞാൻ 2 പവന്റെ മാലയും കൊണ്ട് ഇവിടുന്ന് വരത്തുള്ളൂ. അതുകൊണ്ട് എന്നെ വിളിക്കാൻ വരാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. മാലയൊന്നും വേണ്ട. നീ എന്തോടി പറഞ്ഞു? നിന്റെ അച്ഛനും അമ്മ എങ്ങനെ നിന്നെ വളർത്തുന്നു ഇപ്പൊ ജീവിക്കുന്നു എനിക്കറിയാം. കൂടുതൽ ഡയലോഗ് അടിക്കണം. അന്നോട്ടെ വെച്ചിട്ട് പോയേ ഞാൻ പോയി തുണി വിരിക്കട്ടെ. എന്തൊരു കാണിക്കും പോ. ആ മൂട് അങ്ങ് പോയി ആ റീൽ എടുക്കുന്നതിന്റെ എന്തോ ചെയ്യാനാന്ന് പറയാം. മഴയ്ക്ക് മുന്നേ ചെന്ന് മാവിന്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറി ഒരു റീൽ എടുക്കാം. അതാകുമ്പോ ഇടയ്ക്ക് താറ് വീണാലും ഒരു ഇത് കിട്ടും. എന്തോ ചൂടാന്തോ പുറത്ത്. 5 മിനിറ്റ് ആയതേ ഉള്ളൂ തുണി നനച്ചിട്ടിട്ട്. പപ്പടം പോലെ ഉണങ്ങി, അതുപോലെ ചൂടാ. വിരിക്കണം, മടക്കണം. അയ്യോ, ഈ കുഞ്ഞിനെ ഉറക്കിക്കെടുത്തിട്ട് ഇപ്പോഴിത് എങ്ങോട്ട് പോയി? എന്റെ കല്ലുവിന്റെ മോള, കല്യാണിയുടെ അമ്മൂമ്മയുടെ സുന്ദര മോള. എന്റെ സുണ്ടപ്പല്ലേ, എന്റെ സുട്ടുമണിയല്ലേ, നിന്നെ ആർക്കും ഞാൻ കൊടുക്കൂല. ഹൽവാ കണ്ണാളേ, അമ്പളിക്കണ്ണാളേ, ഹൽവാ കണ്ണാളേ, സുന്ദരി പെണ്ണാളേ. അയ്യോ അമ്മൂമ്മ അയ്യോ അമ്മൂമ്മ ആവോ, അമ്മൂമ്മയുടെ സുതുമാവും ആവോ. കൊച്ചിവിടെ എടി കല്യാണിയേ, എടി കല്യാണിയേ. നീ ഇതവിടെ പോയി കിടക്കുവായിരുന്നു. ഞാൻ എത്ര നേരം കൊണ്ട് കുഞ്ഞു കിടന്ന് കരയുന്നു വിളിക്കുമ്പോഴത്തേക്കും കുഞ്ഞു കിടന്ന് കരയും. കുഞ്ഞിനെ കിടന്ന് കരത്തിട്ടാവുന്നു നീ പോത്തെ. എവിടെ പോയി കിടക്കുവായിരുന്നു നീ? കുഞ്ഞു കിടന്ന് കരയുന്ന കണ്ടില്ലോടി. മാവിന്റെ അവിടെ എന്തോ കാറ്റാമേ, ഞാൻ കാറ്റ് കൊള്ളാനായിട്ട് ഇറങ്ങിയായിരുന്നു. കാറ്റ് കൊള്ളാൻ പോയതാ. നമ്മളൊക്കെ കാറ്റ് കൊള്ളാൻ നിൽക്കുന്നത് ഒറ്റയ്ക്ക് ഇങ്ങനെ അനങ്ങാൻ നിന്നാ കാറ്റ് കൊള്ളുന്നത്. ഇവിടെ കാറ്റ് കൊള്ളുന്നത് എങ്ങനെയാണെന്നറിയോ? നീ റീൽ ഉണ്ടാക്കാൻ പോയല്ലേടി മാവിന്റെ ചോട്ടില്. കുഞ്ഞ് ഇവിടെ കിടന്ന് കരയുന്ന കണ്ടില്ലോടി നീ? 3 മാസം പ്രായമുള്ള കുഞ്ഞ് പിന്നെ കിടന്ന് കരയാതെ എണീറ്റ് ദേശഭക്തി ഗാനം പാടുവോ? അറിയാതെ അങ്ങനല്ല. നമുക്ക് 2 പേർക്കൂടെ ഒരുമിച്ച് റീൽ കാച്ചാലോ. നിന്റെ തലക്കിട്ട് ഇടുകയെന്നുണ്ടല്ലോ, തല പിടിതുപോയി അപ്പുറത്തെ സുകുമാരന്റെ മുറ്റത്ത് പോയി കിടക്കും. പിന്നെ അതും എനിക്ക് നാണക്കേട്, അതുകൊണ്ട് ഞാനത് ചെയ്യാത്തത്. നാണക്കേടോ? എന്തോ നാണക്കേട്? തലയ്ക്ക് താഴോട്ട് ഒന്നുമില്ലാതെ വല്ലവന്റെ മുറ്റത്ത് പോയി കിടന്ന് എനിക്കല്ലേ നാണക്കേട്? അമ്മയുടെ കാര്യം കൂടുതൽ സംസാരിക്കല്ലേ. 3 മാസം പ്രസവം കഴിഞ്ഞ് ഇവിടെ കിടക്കുക. ഇവിടെ വീട്ടിൽ പോകാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. പണ്ട് ഇതുപോലെ പിണങ്ങി വന്ന് കെട്ടിയവനോട് പിണങ്ങി ഞാൻ ഒരു വിധത്തിലാണ് ഇവിടെ തിരിച്ചു വിട്ടതും. ഇപ്പൊ ഇവിടെ കിടക്കുക. പോണി കെട്ടി പറഞ്ഞു പോത്തില്ലെന്ന് പറഞ്ഞാൽ പോത്തില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. എന്റെ അമ്മ എന്റെ കൂട്ടുകാരി സന്ധ്യയുടെ കുഞ്ഞിന്റെ 28 കെട്ടിന് അവർ എന്തുവാ ഇട്ടത്? പേര് മാത്രമല്ല, അവർ 2 പവന്റെ മാല ഇട്ടായിരുന്നു. അതുപോലെ എനിക്കൊരു മാല വേണം. അന്ന് ഞാൻ പോകാം. സന്ധ്യയുടെ കുഞ്ഞിന് ഇട്ട പോലെ മാല നിനക്കും വേണം. എടി സന്ധ്യയുടെ അച്ഛൻ എവിടാ ജോലി ചെയ്യുന്നത്? കാനഡയില്. നിന്റെ അച്ഛനോട് പറയടി അതുപോലെ ഏതിന്റെയും വേണേ ജോലി ചെയ്യാനും പൈസ ഉണ്ടാക്കത്തുള്ളൂ. അല്ല ചുമ്മാ പൈസ ഉണ്ടാക്കത്തില്ല. ഇതുപോലെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു മനുഷ്യൻ. അമ്മ അങ്ങനെ കൊച്ചൊന്നും വേണ്ട. എന്റെ അച്ഛൻ എന്ത് ചെയ്യും? രാവിലെ പോയിട്ടുണ്ട്, ഉണ്ടാക്കി പിടിച്ചോണ്ട്.
സ്വന്തം ഭർത്താവ് ആലോചിച്ചോണം. അരുണേട്ടനായിട്ട് ചെറുതായിട്ടൊരു വഴക്കിടുമെങ്കിൽ ഞാൻ ഇങ്ങനെ ബഹുമാനക്കുറവൊന്നും കാണിക്കത്തില്ല. ഈ ഉണ്ടാക്കി പിടിച്ചോട്ട് പോകാന്നൊക്കെ എന്തിനാ അമ്മയെ പറയുന്നത് അങ്ങോട്ട്? എടി രാവിലെ ചിരട്ടത്തവി ഉണ്ടാക്കി പിടിച്ചോണ്ട് വിൽക്കാൻ പോയെന്നാ ഞാൻ പറഞ്ഞത്. അതല്ലേ അങ്ങാരുടെ ജോലി. സത്യം പറഞ്ഞ ഇന്നത്തെ കാലത്ത് ഈ ചിരട്ടത്തവിയൊക്കെ ആരും വാങ്ങിക്കുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അങ്ങാറുണ്ടാക്കുന്ന ചിരട്ടത്തവിയെ കഞ്ഞി കോരിക്കഴിഞ്ഞാൽ പിള്ളേർ നടന്നു പെടുക്കുന്ന പോലെ വെള്ളം പോവുക. അങ്ങനത്തെ തവി ആരെങ്കിലും വാങ്ങിക്ക് പോടി. അമ്മ ഒരു ഉപകാരം ചെയ്യോ? അച്ചാച്ചൻ വരുമ്പോ അച്ചാച്ചനോട് പറ, അച്ചാച്ചൻ കഷ്ടപ്പെട്ടിരിക്കും മാല മേടിച്ചു തരും. മാല, സ്വർണ്ണമാല നിന്റെ അച്ഛൻ. ഇവള് പ്രസവിച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു പോയി 2 കെട്ടുടുപ്പ് വാങ്ങിച്ചോണ്ട് വരാൻ. അയാൾ പൈസ ഇല്ലാത്തത് കൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി 2 മാസ്ക് വാങ്ങിച്ചോണ്ട് കുഞ്ഞിന് കെട്ടുടുപ്പായിട്ടിട്ട മനുഷ്യനാ അപ്പൊ മാല ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. അമ്മ കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും അടിക്കണ്ട. മാല കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും, ഞാൻ വലിയ പൂവ് ഉണ്ടാക്കും. എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാതിരിക്കുവോ? സമരം ചെയ്താലും ഞാൻ മാല കൊണ്ട് പോകാം. നീ സമരം ചെയ്ത് പരിചയമുള്ളവളാ നീ. സത്യം പറയാമല്ലോ, 7ാം മാസത്തിലാണ് ഞാൻ ഇവളെ പ്രസവിച്ചേ. വയ്യാഴിക ഒന്നും ഉണ്ടായിട്ടല്ല, ഇവള് വയറ്റിൽ കിടന്നുകൊണ്ട് സമരം ചെയ്ത് പുക്കൾക്കൊടിയും പിടിച്ചോണ്ട് എന്നെ തുറന്നു വിടണമെന്നും പറഞ്ഞോണ്ട് അങ്ങനെ 7ാം മാസത്തിൽ പ്രസവിച്ചത് എന്നോട് തന്നെ പറയണ പടി ഇത്. അമ്മ ഇവിടെ എന്തോ ചെയ്യുന്നമ്മ? ഈ സെന്റിമെന്റ്സ് അല്ലാതെ അമ്മ ഈ വീട്ടിൽ എന്തോ ചെയ്യുന്നമ്മ. അല്ലെങ്കിൽ പൊക്കോണം പെട്ടി കിടക്കായിരുന്നു പോടി. 3 മാസമൊക്കെ നിന്നെ നോക്കി അത് മതി എനിക്ക്. അമ്മ ഇവിടെ വലിയ എന്താണ് ചെയ്യുന്നത് പോലാന്നല്ലോ. എന്താ ചെയ്യുന്ന അമ്മ ഇവിടെ? ഞാൻ ഇറങ്ങി പോകുന്നോണ്ടാ ഇവിടുത്തെ അടുപ്പ് പുകയുന്നത്. അത് ഞാൻ അമ്മയോട് പറയാനിരിക്കുവായിരുന്നു. ആരോടും പറയാതെ കേൾക്കാതെ ഇറങ്ങി പോകുന്നത് കൊണ്ട് ആ അടുപ്പിരുന്ന് പുകയുന്നതും അതിനകത്തിരുന്നിട്ട് കരിയുന്നതും എന്തോ ഉണ്ടാക്കും അമ്മ ഇവിടെ. ഞാനിത് കേൾക്കണ മടി നിന്റെ വായിച്ചു തന്നെ ഇത് കേൾക്കണം. ഈ കുട്ടിനെ ഓർത്തിട്ടാണ് നിന്നെ ഞാനൊന്നും പറയാത്തത് കേട്ടോ. എന്താ അമ്മ എന്തിനാ ഓർക്കുന്നത്? ഞാനടി നിന്റെ അമ്മ, നീ അല്ലടി എന്റെ അമ്മ. ഡയലോഗിലൊന്ന് മാറ്റി പിടിക്കാൻ എല്ലാ തള്ളമാര് പറയുന്ന ഡയലോഗ് ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞാൽ പോകത്തില്ല. എന്റെ ദൈവം എന്തോ ചില ഈ നാട്ടുകാരൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? ഒന്നാമതെ അപ്പുറത്തൊരു തള്ളയുണ്ട്, പങ്കജാക്ഷി, സാറ്റലൈറ്റ് തള്ളാന്നാ ഞാൻ ഈ നാട്ടുകാരൊക്കെ വിളിക്കുന്നത്. ആ തള്ള പണ്ട് ഇവിടെ പിളങ്ങി വന്ന് നിന്നപ്പോ ഭർത്താവ് ഉപേക്ഷിച്ച് അത് ഇവിടെ എല്ലാം പറഞ്ഞു ഓർമ്മയിട്ടോട് നിനക്ക്. അവര് വല്ലതും അറിഞ്ഞാലുണ്ടല്ലോ ഈ കെട്ടിയ കൊച്ചിനെ കൊണ്ട് നിന്നെ ഇവിടെ കൊണ്ടുവിട്ടാന്ന് വിചാരിക്കും അവര് കേട്ടോ. അല്ല ഇതിന്റെ ഇടയ്ക്ക് അമ്മയെ അച്ഛനോട് പറയുന്നത് കേട്ടല്ലോ, അമ്മച്ചയോ അമ്മൂമ്മയോ ആരാണ്ടാ കാണാൻ പോകുന്നത്, എവിടെ പോകുന്നെന്നാ പറഞ്ഞത്? പോണോന്നൊക്കെ ഉണ്ട്. സത്യം പറയാലോ, എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കുക. കുറെ നാളും കൊണ്ട് ഞാൻ വിചാരിക്കുക അമ്മയൊന്ന് കാണാൻ പോണമെന്ന്. അയ്യോ, എന്റെ കയ്യെ കൂടെ ഒച്ച കയറിപ്പോയി. ഒച്ച പോയതല്ല, അത് മൂക്ക് നടത്തേണ്ട പാടാ. പറഞ്ഞിട്ട് അമ്മ മെഡിക്കൽ കോളേജിലാ. സത്യം പറയാലോ, മെഡിക്കൽ കോളേജ് അച്ഛൻ മരിച്ച പിന്നെ അമ്മയെ ഞങ്ങൾ 3 മക്കളെ നോക്കിയത്. അയ്യോ, ഈ അമ്മച്ചിയുടെ പറച്ചിൽ കേട്ടതൊന്നും അമ്മൂമ്മ ചാവം കിടക്കുവാന്നല്ല. മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ട് ലോട്ടറി കച്ചവടം ഞങ്ങളുടെ അമ്മൂമ്മ. നാളെയോ മറ്റന്നാളോ എടുക്കും അടിക്കും അങ്ങനല്ലേ പറയുന്നത്? ഞങ്ങളുടെ അമ്മയ്ക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഭാഗ്യക്കേടിനങ്ങാണ്ട് ആർക്കും വിറ്റ് പോവാത്ത ഒരു ലോട്ടറി അടിച്ചു 5000 രൂപ. അത് കണ്ടോണ്ട് അത്ഭുതത്തിൽ നെഞ്ചത്തൊരൊറ്റ അടി, അതോടെ ബോധം പോയി. 10000 രൂപ മുടക്കിയിട്ടാ ആ അമ്മൂമ്മ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിയത്. അടിച്ചങ്ങ് ചങ്ക് പറത്തി അങ്ങ്. അതിന്റെ കയ്യിൽ നിന്ന് പൈസ പോയി നിന്റെ കെട്ടിയോനും കൊടുത്തല്ലോ. എന്റെ അമ്മൂമ്മയുടെ അഴിപ്പവിടെ പീത്ത വരെ പൈസ വെച്ചേക്കുന്ന ടീം അവരറിയാവുന്ന നിനക്ക്. അയ്യോ, അത് നല്ല ഗുണമല്ല, അതാണ് കള്ളത്തരം. മര്യാദയ്ക്ക് പോയി പങ്കയാഴ്ചത്തല്ല നിനക്ക് അറിയാമല്ലോ. ആ സാറ്റലൈറ്റ് തള്ള ഇങ്ങോട്ട് വന്ന ഈ ലോകം മൊത്തം പറഞ്ഞു വരുത്തുവേ. അമ്മച്ചി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. സാറ്റലൈറ്റും ഇതൊന്നും ഞാൻ നോക്കത്തില്ല. എനിക്ക് എന്റെ വക കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇടിനാശം വെള്ളപ്പൊക്കം ഞാൻ ഉണ്ടാക്കും. കുഞ്ഞിനെ കൊണ്ട് പാല് കൊടുക്കണം. അജേ 40-40 കൊല്ലം ഞാൻ മൊത്തത്തിൽ നിന്ന് അരച്ചു. തൊലി വരെ നാടൻ കെട്ടിരിക്കുക. ഞാനത് കേട് ഇത്ര പ്രായം 82 വയസ്സ് തുടങ്ങി. കാലം ചൂട്ടിട്ട് വെച്ചൊക്കെ ഇടന്നവർക്ക് എപ്പോഴാണ് കുളിച്ച് വലിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നോട് കൂടുതൽ കളിക്കരുത്. 4-5 പിള്ളേരുണ്ട് കൊച്ചുമക്കളുമായിട്ട്. എനിക്ക് ഇയാളെ ഉണ്ടാക്കുന്നില്ല. ആരും കാണത്തില്ല ഇയാളെ. അങ്ങനെയാക്കിയേ സ്വന്തം പേര് വിളിച്ചോണ്ട് വരുവാ. നീ തുണി മടക്കുവാന്നോടി. അല്ല, ഞാൻ പൊറോട്ട അടിക്കോ കണ്ടില്ലേ? അന്നൊക്കെ കാണത്തില്ല, ചുമ്മാ കള്ളത്തരം പറയുന്ന സാറ്റലൈറ്റ്. എന്ത് കിടന്ന് ബഹളം വെക്കുന്ന രാവിലെ കെട്ടിയോനും കെട്ടിയോളൂടെ? 32 വയസ്സായി. അയാൾക്ക് വയസ്സായി കഴിഞ്ഞപ്പോ ഇയാൾക്ക് ചുണ്ടി കൂടി വരുവാ അയാൾക്ക്. പിന്നെ എന്താ നിർബന്ധം? എന്താ നിർബന്ധം? ഇത് പൊന്നേ, ഇന്നലെ രാത്രി അയാൾ എന്നെ ഉറക്കിയില്ലടി. ഒന്ന് പറയട്ടെ, വെളുപ്പിനെ 3 മണിയായപ്പോ അങ്ങോട്ട് തുടങ്ങിയില്ലേ സൂക്കേട്? എന്തോന്ന് എടി, അയാളാണെങ്കിൽ വൈകിട്ടാണ് എന്നോട് പറഞ്ഞു കപ്പ പുഴുങ്ങി തടയി തിന്നാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു മനുഷ്യ, രാത്രി കപ്പ പുഴുങ്ങി തിന്നില്ലേ, ഗ്യാസ് കയറുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ജന്മം ചെയ്താൽ കേൾക്കത്തില്ല. കാരണം ഞാൻ ഉണ്ടാക്കി കൊടുക്കാത്തത് പറഞ്ഞ എന്താണെന്നറിയോ? ഗ്യാസ് തീർന്ന കാലുകുറ്റി പൊക്കിയാൽ സ്വന്തം ഗ്യാസ് പോകുന്ന മനുഷ്യരാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാത്രി കപ്പ പിടിക്കുന്നില്ലേ ഗ്യാസ് കയറുമെന്ന്. വെളുപ്പിലെ 3 മണിയായപ്പോ ഇയാൾക്ക് ഗ്യാസ് കയറി വീർത്തു. വയറിലവിടെ വീർത്ത് വാൽമാക്കറി കടന്ന് പിടയ്ക്കുന്നവർ ഇയാൾ കടന്ന് പിടയ്ക്കോ മുണ്ടും പറിച്ച് കഴിഞ്ഞു. ഞാനാണെങ്കിൽ ആവി പിടിച്ചു, ചൂട് പിടിപ്പിച്ചു, മുണ്ട് പിടിപ്പിച്ചിട്ട് വരുമ്പോഴത്തേന് നേരെ അങ്ങ് വെളുത്തരി. ഇന്നലെ രാത്രിയിലത്തെ പ്രശ്നത്തിന് എന്തിനാ പങ്കേശിച്ച് ഈ രാവിലെ കിടന്ന് വേളം വെക്കുന്നത്? രാവിലെ ഇയാളെ ഗ്യാസ് പോയി കഴിഞ്ഞപ്പോ രാവിലെ ഇയാൾ തുടങ്ങി ഇയാൾക്ക് തിന്നാനും തല്ലും വേണം. ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി. അടുക്കളോട്ട് ചെന്നപ്പോ ഇയാളെന്റെ പുറകെ വന്ന്
പൊക്കി അങ്ങ് നോക്കുവാ. എന്തൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ചട്ടി ഇതിൽ പൊക്കി നോക്കുവാ. ഞാൻ രാവിലെ അത്ര ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ? അയ്യോ പറ്റത്തില്ല ഞാൻ പറഞ്ഞു എന്റെ പൊന്നു മനുഷ്യ കടക്കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി കുടിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ ആ കടക്കാപ്പി എടുത്തിട്ട് കുടിച്ചിട്ട് പറഞ്ഞു തടുത്ത കടക്കാപ്പിയാന്നോടി എനിക്ക് തരുന്നെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം എടുത്തിട്ട് അത് കഷ്ടമായി. ചൂട് കടക്കാപ്പി തന്നെ വേണം. കൊടുത്തോണ്ടാക്കി പിന്നെ അയാൾ അങ്ങോട്ട് മരത്തിൽ കിടത്തിട്ട് വായിക്കാത്ത കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ കാപ്പി ഇട്ടിട്ട് മൂക്കിനകത്ത് തീ കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. അവൻ ചൂട് കാപ്പി കുടിക്കട്ടെ കിടന്ന് ഇളക്കത്തിട്ട് ഇവനെ ഞാൻ വാഷിംഗ് മെഷീൻ ചേർത്തിട്ട് ഇവരെ കറക്കി എടുക്കും ഇവനെ ഞാൻ. ഞാനേ ഇച്ച ഇറങ്ങുമ്പോ ഒന്ന് കാണണമെന്നും പറഞ്ഞിരിക്കുവായിരുന്നു. അന്ന് ഞാൻ പുതിയ സിനിമ ഞാൻ ഇറങ്ങുമ്പോ കാണാൻ വേണ്ടി. പറഞ്ഞു ഇച്ചയുടെ കയ്യിലേ എന്തുവല്ലോ ഉണ്ടോ എനിക്കൊന്ന് വെക്കാൻ? നല്ലൊരു പാറയുണ്ട്, അത് വെക്കട്ടെ. സ്വർണം വല്ലതും ഉണ്ടോ എനിക്കൊന്ന് പണയം വെക്കാറുണ്ട്. ഇവിടെ ഇതാരാണ് ഈ ചോദിക്കുന്നത്? എവിടെ ഇരിക്കുന്നത് ഈ സ്വർണ്ണം? അല്ല അവിടെ എനിക്ക് സ്വർണ്ണമൊന്നുമില്ല. എന്റെ പങ്കാഴ്ച ഇങ്ങനെ കണ്ണു നോക്കി കള്ളം പറയരുത്. നിങ്ങൾ എന്താ കള്ളം പറഞ്ഞു? എന്താ കള്ളം പറഞ്ഞു? ഈ കിടക്കുന്ന സ്വർണ്ണം വലിയ കാതല്ലേ? അത് സ്വർണ്ണമൊന്നുമല്ല. ഈ കഴുത്തെ കിടക്കുന്ന സ്വർണ്ണം വലിയോ? അതും സ്വർണ്ണമൊന്നുമല്ല. പിന്നെ ഗ്യാരണ്ടി അത് ചൊറിയത്തില്ലയോ? ഇപ്പൊ ഇത് കിടക്കുന്നുണ്ട്, നിനക്കതല്ലേ ചോദിക്കുന്നത്? പൈസയുടെ ആവശ്യം വന്നോണ്ട് ചോദിച്ചാന്ന്. നിനക്ക് എന്തിനാണ് പൈസയുടെ ആവശ്യം? പൈസയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ലായിരുന്നു കല്ല് പ്രസവിച്ചത്? കല്ല് പ്രസവിക്കുമല്ലോ, തല്ലി പിടിച്ചെടുക്കുമല്ലേ ചെയ്യുന്നത്? അതല്ലെന്ന് കല്യാണി എന്റെ മോള് കല്ല് പ്രസവിച്ച് അറിഞ്ഞില്ലായിരുന്നു. ഞാൻ അറിഞ്ഞേ. ഉച്ചം കണ്ടോ 28 കെട്ടിന് 4 തവണ വന്ന് ചാപ്പാട് അടിച്ചിട്ട് പോയ ടീമായില്ല. ചെയ്യേ 2-3 മാസം കൊണ്ട് ചെലവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കയ്യിൽ നിന്ന് പൈസ എല്ലാം തീർന്നു. ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ 3-4 മാസം മുമ്പ് ഇവിടെ കെട്ടുകണക്കിന് ഇരിക്കുമെന്ന് തോന്നുമായിരുന്നല്ലോ. ഭയങ്കര പൈസ ചെലവായിരുന്നു ആശുപത്രിയില്. ഇത് പ്രസവമായിരുന്നു അതോ സിസർ കട്ടായിരുന്നു? സിസർ കട്ട് അടിക്കാൻ അവളെന്ത് ഫുട്ബോളിന് പോയായിരുന്നു? അല്ലത് ഈ കൊച്ചിനെ പറിച്ചെടുക്കുമായിരുന്നു അതോ സിസേറിയൻ? സിസേറിയൻ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അതെന്താ? ഇപ്പൊ ഇവിടെ പ്രസവം കഴിഞ്ഞില്ലേ? ഇത് സിസേറിയൻ ചെയ്താൽ അടുത്ത കൊച്ചിനെ ഇവള് പ്രസവിക്കുമ്പോ ആ കൊച്ചു കത്രയും പിടിച്ചോണ്ട് വരും, നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. പിന്നെ എനിക്ക് പൈസ എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാലേ ഗവൺമെന്റ് ആശുപത്രിയിലാണ് ഞങ്ങൾ ആദ്യം പോയത്. അവിടെ ICU ഇല്ലല്ലോ. അവിടെ ആര് പറഞ്ഞു? അപ്പുറത്തെ ബേക്കറി കിട്ടുമായിരുന്നല്ലോ. എന്തുവാ ഐസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ ഗവൺമെന്റ് ആശുപത്രി ICU ഇല്ലല്ലോ, ഇപ്പൊ അവിടെ വർക്ക് നടക്കുമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ പ്രൈവറ്റിൽ കൊണ്ടുപോയി. പൊന്നിച്ച് ഈ പ്രസവം എല്ലാം കഴിഞ്ഞ് ചെലവും എല്ലാം കൂടെ കൂട്ടി ബില്ല് തന്നപ്പോ എത്രയെന്നറിയോ? 75,000 രൂപ. ഇപ്രസൈഡ് കൊടുത്ത് വെച്ചേ മാമാട്ടിക്കുട്ടി ഇപ്പൊ പ്രായം ചെന്നു പോലും. പിന്നെ ആരടച്ചടി? ചേച്ചേനല്ലേ 2 ചെവി അടച്ചു പിടിച്ചു. അതല്ലേ ഈ 75,000 രൂപ പിന്നെ അങ്ങനെ അടച്ചു? ഈ 75,000 രൂപ അടയ്ക്കാൻ പറ്റും? എന്നെ കൊണ്ട് ആവത് വല്ലതും ഉണ്ടോ? ഞാൻ അവിടെ നിന്ന് കരഞ്ഞ റിസപ്ഷന് മുമ്പിൽ എന്റെ കണ്ണിൽ നിന്ന് കുടുകൂടാ വെള്ളം ചാടുമായിരുന്നു. അവസാനം റിസപ്ഷനിലെ പിള്ളേർ പറഞ്ഞു ചേച്ചി 5,000 രൂപ തന്നാ മതിയെന്ന്. കരഞ്ഞെന്റെ ദയനീയത കൊണ്ടല്ല, എന്റെ കണ്ണീര് വീണ് 75,000ന്റെ 7 മാഞ്ഞു പോയി. 5,000 മാത്രമേ അമ്മമാരെ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് ഭയങ്കര പിടിക്കുക. ഈ കൊച്ചിപ്പോ പ്രസവിച്ചിട്ട് 28 കെട്ട് കഴിഞ്ഞു. ഇതൊക്കെ ഈ കൊച്ചെന്താ ഈ പോവാതെ നിൽക്കുന്നത്? എന്തുവാ എന്റെ പൊന്നിച്ച് എനിക്ക് വയ്യ പറയാനെ കൊണ്ട്. ഭയങ്കര സങ്കട അവസ്ഥ. ഇവളിപ്പോ പറയുന്നത് എന്തോന്നറിയോ? എന്തുവാ? കുഞ്ഞിന് 2 പവന്റെ സ്വർണ്ണമാല ഇല്ലാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് അവിടെ ഭർത്താവ് അരുണ് പറഞ്ഞെന്ന്. ആ ചെറുക്കൻ പറഞ്ഞു. ആ ചെറുക്കന് ഇവിടെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ പട്ടി അടിച്ചു വിടാം, അവനെ കടിച്ച് പറിപ്പിക്കാന്ന് പറഞ്ഞതാ. എന്നിട്ട് നീ പറഞ്ഞ ചെറുക്കനെ കെട്ടിക്കണം, നീ അനുഭവിക്കണം. ഇവളിപ്പോ ഈ സ്വർണ്ണത്തിന്റെ കാര്യം പറയുന്നു. ഞാൻ ഈ സ്വർണ്ണത്തിന് എവിടെ ചെന്ന് കയറും? ഏതെങ്കിലും ജ്വല്ലറി ചെന്ന് കയറണം. അതല്ലെന്ന്, ഞാൻ പൈസക്ക് എവിടെ ചെന്ന് കയറും? ഏതെങ്കിലും ബാങ്കിൽ ചെന്ന് കയറണം. അയ്യോ എന്റെ ഇച്ച എനിക്ക് വയ്യല്ലോ, ആവതില്ലല്ലോ. ഞാൻ എവിടെ ചെന്ന് കയറും? അല്ല ആശുപത്രിയിൽ ചെന്ന് കയറണം. അയ്യോ ഇവരിത് കയറി എങ്ങോട്ടായി കൊണ്ടുവന്നു? ഇച്ച എനിക്ക് പൈസയുടെ ആവശ്യമുണ്ടെന്ന് അതാ പറഞ്ഞു. കൊച്ചിനോട് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? പുത്തനെ പൈസ കുഞ്ഞു അകത്തോണ്ട് ഇനി കൊച്ചിനെ ഉറക്കാൻ പോയി ഞാൻ അവിടെ കാണാൻ പോയി റീൽ എടുക്കും. എന്റെ പങ്കജാന്റി വന്നേക്കുന്നു. അയ്യോ ഓനെ ഇതാരാ നിക്കുന്നേന്ന് മനസ്സിലായോ? നോക്കിക്കേ. മനസ്സിലാകാൻ വേണ്ടി ചെറുക്കനെ ഞാൻ കൂടെ 1ാം ക്ലാസ് പോലെ പഠിക്കാനില്ലേ? ഇത് കൊച്ചാന്നോ സ്ലൈറ്റ് ആണോ ഇറ്റ വരച്ച് വെച്ചേക്കുന്നു? ഇതിലും വലിയ പിരിവ് എഴുതി വെക്കരുത്. അയ്യോ കച്ചിലോറി ഏതാ? ഞാനാന്നോ കേടി വെച്ചേ? നിന്റെ ഭർത്താവ് അരുണിന്റെ ഈ ഭാഗത്ത് ഇവിടെ ഒരു മറുകില്ലയോ? അരുണേട്ടന്റെ അവിടെ ഒരു മറുകുണ്ട്. പക്ഷെ ഇവനിതില്ലല്ലോ. മറുകായിരിക്കും, കാരണം അതായിരിക്കും കൊണ്ടുപോകാത്ത കേട്ടോ. നിന്റെ ആങ്ങളുടെ മോനില്ലേ സുമേഷ്, അവന്റെ ചെറിയൊരു കട്ടുണ്ട് ഈ കൊച്ചിന്. മനസ്സിലായോ? സത്യം പറയാലോ എനിക്കത് കണ്ടപ്പോഴേ തോന്നി. സംഭവം എന്താണെന്നറിയോ? ഞങ്ങൾ കുടുംബക്കാർക്കെല്ലാം ഒരേ മുഖച്ചായ, അതുകൊണ്ടാണ് ഇവനും അത് വന്നേ. അതല്ലല്ലോ നേരത്തെ അവരുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ. ഇവളെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഉണ്ടല്ലോ ഇവക്ക് അവരുടെ ഇഷ്ടമല്ലാത്തോണ്ട് കല്യാണം നടത്തിയില്ല ഞങ്ങൾ. അയ്യോ ഈ കൊച്ചിന് 2 ചന്തി. ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ കാര്യം കൊച്ചുകുഞ്ഞുങ്ങളെ കീരി കുന്തം കയറ്റി വെച്ചോ ചൂടടിച്ച് കയറാൻ. അമ്മൂമ്മയുടെ കുഞ്ഞാണ്, സ്വർണ്ണമുള്ളൊരു കുഞ്ഞാണ്. അമ്മൂമ്മയുടെ കുഞ്ഞുണ്ട്, അമ്മൂമ്മയ്ക്കൊരു കുഞ്ഞുണ്ട്, സ്വർണ്ണമുള്ളൊരു മോനുണ്ട്, സ്വത്ത് മോനുണ്ട്.
ചാച്ചൻ വരുമ്പോൾ അപ്പാപ്പം കൊണ്ടുവരും, അപ്പൂപ്പൻ വരുമ്പോൾ ഒരു ചുക്കും കിട്ടത്തില്ല. അപ്പൂപ്പൻ കൊണ്ടല്ലോ അമ്മൂമ്മയുമുണ്ടല്ലോ, നേരം കുഞ്ഞുണ്ട് പാവ കുഞ്ഞുണ്ട്. മതി മതി താനൊരു ചെല്ലും മുട്ടം എടുക്കുന്നു. കളി കാണാം. എനിക്ക് തറയിൽ ഇരിക്കാൻ ഓ ഇരിക്കാം ആന്റി, പങ്കജാന്റി ഇരിക്ക്. എനിക്ക് തറയിൽ ഇരിക്കാൻ പറ്റില്ല, തറയിൽ ഇരിക്കാനും പറ്റത്തില്ല. അയ്യോ നല്ല കളി. പങ്കജാമ്മൂമ്മ ഇപ്പൊ വരുമല്ലോ, പങ്കജാമ്മൂമ്മ വരുമല്ലോ ഇപ്പൊ വരുമല്ലോ. ഇതെന്താ ആന്റി, എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് താഴുവാണോ? അങ്ങോട്ടങ്ങിട്ടു. കുഞ്ഞുണ്ട് കുഞ്ഞുണ്ട് അമ്മൂമ്മ കുഞ്ഞുണ്ട്. എഴുന്നേറ്റാ കുഞ്ഞിന്റെ കളി കാണാം, കുഞ്ഞിന്റെ കളി കാണാം, കുഞ്ഞിന്റെ കളി കാണാം. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, എഴുന്നേക്കാൻ എഴുന്നേറ്റ് വായിച്ചിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അയ്യോ എഴുന്നേക്ക, കാലം ചുറ്റി വെച്ചിട്ട് എഴുന്നേക്ക. വസന്തരജനീ പുഷ്പം, ഞാനൊരു വസന്തരജനീ പുഷ്പം, വസന്തരജനീ പുഷ്പം, ഞാനൊരു വസന്തരജനീ പുഷ്പം. ഓ അയ്യോ ചെറുവരിക്ക് എന്റെ കൈ ഉരുന്നില്ല, കൈ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ കാരണം എവിടെ മുമ്പ് എന്റെ കൈ നിന്നോട് ചോദിക്കുന്നില്ല. അയ്യോ 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 അതാണ് കുഞ്ഞെ കിടത്തരി, കുഞ്ഞെ കിടത്തരി. അമ്മ ഞാൻ കിടന്നമ്മ എനിക്കറിയത്തില്ല. എന്തൊരു സ്വഭാവം. എടി മറ്റേ ഇങ്ങോട്ട് ചോദിക്കട്ടെ, നിനക്ക് വീട്ടിൽ പോകാറായില്ലേ ഇവിടുന്ന്? അവിടെ എന്റെ അമ്മായിമ്മ ഇല്ല. ഇത് അമ്മായിട്ടുണ്ട് അവിടെ പേരെന്തായിരുന്നു, കെടുമ്പിക്ക് എടുത്തിട്ട് പേരെന്തായിരുന്നു? പുഷ്പവല്ലി. ആ പുരുപ്പല്ലി ഇന്ത്യരി. അതെ, ഞങ്ങളുടെ അമ്മായിമ്മയുടെ നാത്തൂനുണ്ടല്ലോ, ഞങ്ങളുടെ അമ്മായിമ്മയുടെ നാത്തൂന് ശ്വാസം മുട്ടല്ലോ, അപ്പൊ അതിന് കൂട്ടിന് പോയി. ഓ ഞാൻ കല്യാണത്തിനെ കൂട്ടു പോകുന്നത്, ശ്വാസം മുട്ടലിന് കൂട്ടു പോയേക്കും. അതല്ല ആശുപത്രിയില്ല, അതിന് കൂട്ടിന് പോയേക്കോ ഞങ്ങളുടെ. ചുമ്മാതാടി ചുമ്മാതാ. ഈ കൊച്ചവിടെ ചെല്ലുമ്പോ ഇവിടെ അമ്മായിമ്മക്ക് നോക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. എന്നെ പൊന്നിച്ചേ, ഞാനും അതാ പറഞ്ഞു. ഇവിടെ അമ്മായിയമ്മ പോലൊരു പാവം പിടിച്ച സ്ത്രീ ഉണ്ടല്ലോ, അമ്മായിയമ്മല്ല മോളെ പോലെ അവര് നോക്കുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ പാവം അവര്. നീ പോകാത്ത രണ്ടാമത്തെ പ്രസവം എടുക്കേണ്ട സമയം എന്നിട്ടാ പോകാത്ത പ്രസവം കഴിച്ചിട്ട്. അതെന്തോന്ന് വെച്ചാ ഞാൻ ഒരു കാര്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവും. എന്താടി ആരാ പറഞ്ഞ മാല വേണമെന്ന് പറഞ്ഞു? പറഞ്ഞു അപ്പോഴത്തേക്ക് അങ്ങ് അമ്മയ്ക്ക് പറഞ്ഞ സാധ്യത. ആരടി പറഞ്ഞ മാല വേണമെന്ന് പറഞ്ഞു? അരുണേട്ടന് ഒരേ നിർബന്ധം 2 പവന്റെ മാലയും കൊണ്ടേ പോകാം. അത് നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കത്തില്ല. ഈ കുട്ടികൾ എവിടെ ഈ മാല ഉണ്ടാക്കും? പറഞ്ഞു കൊടുക്ക്. എവിടെ ഈ കൊച്ചി കഷ്ടപ്പെട്ടിട്ട് അടിയില്ലേ കല്യാണം കഴിപ്പിച്ചിട്ട്? നീ ഇടയ്ക്കൊന്നും വന്ന് നിന്നായിരുന്നു, അവിടെ ചാടിച്ചപ്പോഴും കൊച്ചു കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പറഞ്ഞു കൊടുക്കേ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ട് ഞാൻ പറയാതെ ചുമ്മാ കിടന്ന് ബുദ്ധിമുട്ടിക്കണം. ഞാൻ പറയാം, കാരണം ഞാൻ എഴുതിക്കൊണ്ട് വന്നില്ലെങ്കിലേ ഞാൻ ആ തെറി അങ്ങ് മറന്നു പോയി. പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കണം. ഇത് വേണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയത്തില്ല. നീ പറയണം. നീ പറയണം. ആ ചെറുക്കൻ മിടുക്കനാ. ആ ചെറുക്കൻ അതുകൊണ്ടാ പറഞ്ഞ 2 പവന്റെ മാല വേണമെന്ന് പറഞ്ഞത്. അയ്യടാ, ആ ചെറുക്കനല്ല മിടുക്കര്, ഞാനാ മിടുക്കി. അരുണേട്ടൻ പറഞ്ഞതാ. എനിക്ക് ചെറിയൊരു നൈസായിട്ടൊരു മാല തന്നായിരുന്നു. എനിക്കത് പറ്റത്തില്ല. സന്ധ്യയുടെ കുഞ്ഞിന് അതുപോലെ ഒരു വലിയ മാലയാണ് കൊടുത്തത്. അതുപോലെ ഒരു മാല എനിക്ക് വേണമെന്നാ പറഞ്ഞത്. ഏതാ റേറ്റിംഗ് കൂട്ടാതെ അതിൽ അറച്ചു പോയി. പറഞ്ഞത് ഞാൻ വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ജൂനിയർ ആരും ഇല്ലെന്ന് വിചാരിച്ചു. നീ എന്നെ വിൽക്കാതെ ഇതുപോലെ ഇരിക്കണം. നിന്റെ അമ്മയുടെ മാല വാങ്ങിക്കണം, ഉരുക്കണം. കാരണം നീ ഒറ്റ മോളാ. നിനക്ക് വേണ്ടിയുള്ളതാണ് ഇത്. 3 സെന്റ് വസ്തു മുറിച്ച് നീ എടുക്കണം. ഇവിടെ തെറ്റിപ്പിക്കണം. എന്നോട് കാണിക്കുന്ന ദ്രോഹം കാണണം. ഇല്ല, ഞങ്ങളുടെ അമ്മായിമ്മ പാവോ, പക്ഷെ അതുകൊണ്ട് അതോ എനിക്ക് ഒരു പാവം. അമ്മായിമ്മ പാവാണെങ്കിൽ കാലത്തൊരു ചെറിയണോടി. പാവം അതുകൊണ്ട് തൊഴിച്ചെറിയണം. പാവം അല്ലെങ്കിൽ നമ്മളെ തിരിച്ചടിക്കും. എന്റെ അമ്മായിമ്മ അങ്ങനെ ഭയങ്കര പാവമായിരുന്നു. ഞാൻ ഇന്നും അടിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാ, നീ നിന്റെ അമ്മയുടെ ഒന്ന് മാല വാങ്ങിക്കണം. ഈ പങ്കജാന്റി എന്തെങ്കിലും ഇങ്ങനെ പണയമ്പ കത്തിയേക്ക് മാറി എനിക്ക് തരണം. കയ്യെ വെച്ചിരുന്നാ മതി. ഇവിടെ ചെവിയിലോട്ട് കയറിയോ? ഞാൻ പറഞ്ഞു ഉപദേശിച്ചോണ്ടി കൊച്ചിനെ. നീ എന്തെങ്കിലും അറിഞ്ഞായിരുന്നു? ഞാൻ ഒന്നും അറിഞ്ഞില്ല. ആ ചെറുക്കനല്ല പറഞ്ഞ ഇവളാ പറഞ്ഞ മാല വേണം. പറഞ്ഞ മാല വേണമെന്ന്. നീ കറിയല്ലേ? ഞാനും കൂടെ കറിയും. എല്ലാ മോളങ്ങളായി വേല കാണിക്കുന്നെങ്കിൽ അവളെ പോട്ടര് അവിടെ കാലിലടി ചൂട് കൊടുത്തിട്ട് ഇറങ്ങി പോണി പറയും. മാത്രമല്ല ഞാനും ആ സ്വഭാവക്കാരിയാ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. പിടിക്കടി കുഞ്ഞിനെ, പിടിക്കടി തക്കമോനെ. അമ്മമ്മക്ക് നിവൃത്തിയില്ല കേട്ടോ. പിടിക്കടി കുഞ്ഞിനെ. പൊടി ഇറക്കും. പൊടി എങ്ങനെയായാലും വണ്ടി കയറി നടന്നോ. ആരുണ്ട് വീട്ടിൽ പൊടി. നിന്റെ പെട്ടി കിടക്കൊക്കെ അച്ഛൻ ഞാൻ ഞായറാഴ്ച കൊണ്ട് തരാം. പൊടി പൊടി ഇറങ്ങി. ഇനി അവനെ കൂട്ടി എല്ലാം വന്നേക്കരുത് നീ. ആഹാ കൊള്ളാമല്ലോ. നോക്കട്ടെ എടി നിന്റെ ചിറി കൂട്ടി പിരിയോടി. പൊടി കല്ലൂടെ പറക്കി ഞാൻ
അവള് വന്നേക്കുന്നു. എടി ഞാൻ ഇപ്പൊ ഇടയ്ക്ക് ഇട്ടില്ലെങ്കിലേ ആ ചെറുക്കന് വലുതായി അവൻ വടി കുത്തി പിടിച്ച് നടക്കുന്നവരെ അവരിവിടെ നിൽക്കുവാണ്. ഇത് ഇങ്ങനെ വേണം നമുക്ക്. നീ ഒരു കട്ടിച്ചോരയില്ലാത്തോളായി പോയല്ലോടി. ഞാൻ കുത്തി പൊട്ടിച്ച് കാണിക്കണം, കണ്ണി ചോരയുണ്ടോ? നീ ആ കൊച്ചു കുഞ്ഞിനെ അവളെ അങ്ങനെ വലുത് വിടേണ്ട കാര്യമുണ്ടോ? എന്താ കുഴപ്പം? ആരും കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ ഇറക്കി വിട്ടാന്ന്. പിന്നെ ഞാൻ എവിടെയും പോയി പറയാൻ പറ്റും, ആരും വിശ്വസിക്കത്തില്ല. പണ്ടത്തെ സ്റ്റാർട്ട് ഞാൻ വിറ്റു. എന്റെ പൊന്നിച്ചായി നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങളാണെങ്കിൽ എപ്പോഴേ ഇറക്കി വിട്ടായിരുന്നു. അത് കേട്ടിട്ടല്ലേ ഞാൻ ചെയ്തത്. എന്താ പറയുക, ആ കൊച്ചു കുഞ്ഞിനെ അവളെ ഇറക്കി വിടാതെ ചെയ്യേണ്ടത്. എന്റെ ദൈവമേ, എന്റെ ഇവരുടെ പറഞ്ഞു കേട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ ഇറക്കി വിട്ട്. സത്യം പറഞ്ഞ ഞാൻ അവളെ അങ്ങനൊന്നും ഇറക്കി വിടായിരുന്നല്ല. അവള് പറഞ്ഞ എല്ലാം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ട്, ഇനി ആവുന്ന സമയത്ത് കൊടുക്കാം. എന്നാലും അങ്ങ് നല്ലപോലെ ചെന്നാ മതിയായിരുന്നു. എടുക്കാനാ കേട്ടോ, ഏതാണ്ട് എടുക്കാൻ മിണ്ടിപ്പോക്ക്. ഏതാണ്ട് എടുക്കാൻ വരുവാ, ഏതാണ്ട് എടുക്കാൻ വരുവാ, മിണ്ടണ്ട. ഇത് പിടിച്ചാമ്മ അങ്ങോട്ടൊന്ന്. ഞാൻ പറയുമ്പോഴേ ഇതിന്റെ നടുക്കത്തെ ഈ ബട്ടൺ ഒന്ന് ഞെക്കണം. എന്നിട്ട് യാത്രയായി നീലാംബരം യാത്രയായി അങ്ങോട്ട് സൂര്യ ഇതിനെക്കാട്ടി എഡിറ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടുന്ന രീതി ഫോണിലോട്ട് അങ്ങോട്ട് ഇടാം. റീച്ച് അല്ല നിനക്ക് കിട്ടുന്നത് കുഞ്ഞിനെ, ഞാൻ നല്ല കീച്ചാ നിനക്ക് കിട്ടുന്നത്. നീ എത്ര പേരടി കാണിച്ച ഇപ്പൊ? എന്തുവാ ഇത് തന്നെ തിരിച്ചു വിളിച്ചത്? എന്റെ പൊന്നിച്ച ഈ ബോധമില്ലാത്ത ഇവിടെയൊക്കെ കൊടുത്തു വിടാൻ പറ്റുമോ ഈ കുഞ്ഞിനെ? ഇവിടെ ആരെങ്കിലും കൊടുത്തിട്ട് ഫോൺ കൊണ്ട് റീൽ ചെയ്താൽ കുഞ്ഞിനെ ആരെങ്കിലും എടുത്തോട്ട് പോകത്തില്ലയോ? നീ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ഇപ്പോഴത്തെ ഇതുപോലുള്ള ചില പെണ്ണുങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾ വിശന്നിട്ട് കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പോയി എടുക്കത്തില്ല. ഫോണിൽ ടിഞ്ചെന്നൊരു ബെല്ല് കെട്ട് കഴിഞ്ഞാൽ ഇവളുമാർ ഓടിച്ചെന്ന് അങ്ങോട്ട് എടുക്കും.